വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ കുട്ടിയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ സെലിബ്രേഷൻസ് ഒക്കെയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗ് ആക്കാണ്. അപ്പോൾ ഇന്ന് അദ്ദിക്കിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ വ്ളോഗിലുള്ളത്. വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ചെറിയതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയും ചേട്ടനും കൂട്ടി തന്നെയായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആമസോണിലായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ കേക്ക് സ്റ്റാൻഡും അതുപോലെ ആ ജൈൻ വീലും നമ്മൾ റെൻറ്റിന് എടുത്തായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫാമിലി മാത്രമുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ 11:30 ആയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
അദ്ദിക്കിൻ്റെ 1 വയസ്സ് വരെയുള്ള എല്ലാ ഫോട്ടോസും ചേച്ചിയും ഇങ്ങനെ ആൽബാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് അവനൊരു ഗിഫ്റ്റ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവൻ്റെ 1 വയസ്സ് വരെയുള്ള എല്ലാ മൈൽ സ്റ്റോണും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, അദ്വിക്കിനെ ഫസ്റ്റ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയണ ഒരു സാധനമല്ലേ പ്രഗ്നൻസി ടെസ്റ്റ്, അതുവരെ ചേച്ചി ഫോട്ടോയിൽ ആൽബത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ഫോട്ടോസാണ് കേട്ടോ. ഞങ്ങൾ ഗുരുവായൂർ ആനക്കോട്ടയിൽ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്സാണ് കേട്ടോ ഇതൊക്കെ. ഇത് കണ്ടോ, അദ്വിക്ക് ജനിച്ച അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ചെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഇതെല്ലാം മൊബൈലിലെടുത്ത ഫോട്ടോസാണ് കേട്ടോ. അതൊക്കെ ചേച്ചിമോ ഈ ആൽബത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, കയ്യിൽ ഇങ്ങനെ കിട്ടില്ലേ ബേബി ഓഫ് സുപർണ, അതൊക്കെ ചേച്ചിമോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ചെടുത്ത കുറേ സെൽഫീസും ഒക്കെ ചേച്ചിമോ ഈ ആൽബത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് അദ്വിക്കിൻ്റെ 28-ന് ഞാൻ എടുത്ത ഫോട്ടോ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഇഷ്ടപ്പെട്ടു. ചേച്ചി ഓരോ മൈൽ സ്റ്റോൺ ആയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്താണ് കേട്ടോ. അത് ഫസ്റ്റ് മന്തിൽ, 2nd മന്തിൽ, 3rd മന്തിൽ, 4th മന്തിൽ കമന്ന് കിടക്കണത്. ഇത് 11th മന്തായപ്പോഴേക്കും കൊത്തി പിടിച്ച് കയറാൻ തുടങ്ങി. അങ്ങനത്തെ ഫോട്ടോസൊക്കെ ആയിരുന്നു. ഇപ്പൊ കേക്ക് കട്ടിങ്ങും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഫുഡ് അടിയാണ്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പറയൂ, ടാറ്റ കാണിക്കൂ, ടാറ്റ കാണിക്കൂ, ടാറ്റ കാണിക്കൂ, ടാറ്റ. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.